നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷിജിലാലിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. BJP അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ NDA ചരിത്ര വിജയം നേടുമെന്ന് BJP അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ ചേർന്ന NDA കൂത്തുപറമ്പ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശേഷം ഒരു ഹങ് അസംബ്ലി രൂപപ്പെടാനാണ് സാധ്യത. ആർക്കും കൃത്യമായ ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ള അതിശക്തമായ ഒരു നിരീക്ഷണമുണ്ട്. അവർ തന്നെ പറയുന്നത് 10-16 സീറ്റിൽ NDA ചരിത്ര വിജയം നേടുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് നരേന്ദ്രമോദി ഉയർത്തുന്ന ഒരു വികസന രാഷ്ട്രീയമുണ്ട്. ആ വികസന രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ വളരെ ചുരുക്കി ഞാൻ നിങ്ങളോട് പറയാം. ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം അഴിമതിയായി. കഴിഞ്ഞ 12 കൊല്ലം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കടുത്ത ശത്രുവായിട്ടുള്ള പപ്പുമോന് പോലും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല. 2 UPA സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുള്ള അഴിമതി എത്ര ലക്ഷം കോടിയുടേതാണ് നിങ്ങൾക്കറിയുമോ? 12 ലക്ഷം കോടിയുടെ അഴിമതിയാണ് 2 UPA സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുള്ളത്. 12 ലക്ഷം കോടി. നിങ്ങളത് ഓർമ്മിച്ച് നോക്കണം. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അഥവാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി മാറ്റിവെച്ച തുക, ബഡ്ജറ്റിൽ മാറ്റിവെച്ച തുക 12 ലക്ഷം കോടിയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകണമെന്ന് BJP തീരുമാനിക്കും. UPA സർക്കാർ ഭരിക്കുമ്പോൾ 12 ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നതെന്നും AP അബ്ദുള്ളക്കുട്ടി കുറ്റപ്പെടുത്തി. BJP സംസ്ഥാന സമിതി അംഗം VP സുരേന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നമ്മളൊരു വലിയ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കഴിഞ്ഞ 1-2 വർഷക്കാലമായി കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ സമവാക്യത്തിന് നാന്ദി കുറിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി. കേരളത്തിൻ്റെ മണ്ണിനെ ചുവന്ന മണ്ണെന്നാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഈറ്റില്ലവും പോറ്റില്ലവും സമര പോരാട്ടങ്ങളുടെ ഭൂമികയുമായ കേരളത്തിൽ കമ്മ്യൂണിസത്തിന് ബദലായി ഒരു വലിയൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വളർച്ച, ആ വളർച്ചയുടെ പോരാട്ടത്തിൽ BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഏർപ്പെട്ടിട്ട് പതിറ്റാണ്ടുകളായി. ആ പതിറ്റാണ്ടുകളുടെ പോരാട്ടങ്ങളുടെ സാക്ഷാത്കാരം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം കാണാൻ പോകുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ പോരാടുകയാണ്. ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്.
BJP സംസ്ഥാന സമിതി അംഗം P. സത്യപ്രകാശ്, മേഖലാ സെക്രട്ടറി KK ധനഞ്ജയൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് CK കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അർജുൻ വാസുദേവ് എന്നിവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് CP സംഗീത, ജില്ലാ സെക്രട്ടറി സുധാ ബാസു, സംസ്ഥാന കൌൺസിൽ അംഗം A. സജീവൻ, പട്ടികജാതി മോർച്ച സംസ്ഥാന സെക്രട്ടറി EP ബിജു, CK സുരേഷ് ബാബു എന്നിവർ സംബന്ധിച്ചു. പാനൂർ മണ്ഡലം പ്രസിഡന്റ് KC വിഷ്ണു സ്വാഗതവും കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് ഷംജിത്ത് പാട്യം നന്ദിയും പറഞ്ഞു. സ്ഥലം എടുക്കാൻ വേണ്ടി പണപ്പിരിവ് നടത്തി, പണം എവിടെയാണെന്ന് ആർക്കും അറിയില്ല, ബാങ്കിലിട്ട് എന്ന് പറയുന്നു. ബാങ്കിലിട്ട് ആരാണ് ഇവർക്ക് അധികാരം നൽകിയത്? ജനങ്ങളുടെ പണം പിരിച്ച് MLA എങ്ങനെയാണ് ബാങ്കിലിടാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തിട്ടുള്ളത്? ഇതൊക്കെ ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കിഴക്കൻ മേഖലയിലുള്ള ആളുകൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സമീപിക്കാൻ ഒരു ആശുപത്രി നമ്മുടെ നാട്ടിലില്ലേ? അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല. പാനൂരിലൊരു ശൗചാലയം പോലും, ഇവിടെ ഒരു മൂത്രപ്പുറ പോലും ഇല്ലാത്തൊരവസ്ഥയാണ് പാനൂരിൽ. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടുന്ന ഒരു അടിസ്ഥാന പ്രവർത്തനം നടത്താതെ ഇങ്ങനെ മാറി മുന്നണി മാറിയാലും ആളുകൾ ജയിപ്പിച്ചുകൊള്ളും എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഇത്രയും കാലം അവരെ നയിച്ചിരുന്നത്. എന്നാൽ ഈ തവണ അത് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒന്ന് ആത്മാർത്ഥമായി ഇറങ്ങിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു വിസ്മയം നമുക്കിവിടെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. സമഗ്ര ന്യൂസ്, പാനൂർ.